എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഹാരിസ് സമീർ അലി. എൻ്റെ നാടായ മാളയിലാണ്. ലോകമെങ്ങും ഇപ്പോൾ കൊറോണ വിഷയമാണ് ചർച്ചയും നമ്മൾ നേരിടുന്ന പ്രശ്നവും. COVID-19 എന്ന പേരിൽ നമ്മൾ എന്താ പറയുക, ഒരു 3 ആഴ്ച അല്ലെങ്കിൽ 1 മാസം മുമ്പ് നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളാണ്. ഒരു വൈറസ് അത് നമ്മുടെ നാട്ടിലെത്തും, അതിൻ്റെ ഒരു പേടിയിൽ അല്ലെങ്കിൽ നമ്മൾ അതിനെ ഫേസ് ചെയ്യേണ്ടി വരുമെന്നും നമ്മളാരും ചിന്തിച്ചിരുന്നില്ല. പറഞ്ഞ നിമിഷം കൊണ്ട് അല്ലെങ്കിൽ പറഞ്ഞ നേരം കൊണ്ടാണ് നമ്മളുടെ അടുത്ത് വരെ എത്തിക്കഴിഞ്ഞു. നമ്മുടെ കൊച്ചു കേരളത്തിലും എത്തിക്കഴിഞ്ഞു. ആദ്യത്തെ അതിൻ്റെ പ്രതിരോധ നടപടികളെല്ലാം ഭംഗിയായി കഴിഞ്ഞെങ്കിൽ രണ്ടാമത് വന്നത് നമ്മൾ ഓരോരുത്തരും ഇന്നിപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എനിക്ക് എൻ്റെ മാന്യപ്രേക്ഷകരോട് പറയാനുള്ള 1-2 കാര്യങ്ങളാണ്. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ യാത്രകൾ നിങ്ങൾക്കറിയാം, സ്ഥിരമായിട്ട് നമ്മൾ വിദേശ യാത്രകൾ നടത്തുന്നു. ഇപ്പോൾ ഇതിൻ്റെ COVID-19 പശ്ചാത്തലത്തിൽ ഞാൻ എൻ്റെ യാത്രകളെല്ലാം നിർത്തിവെച്ച് ഇപ്പോൾ വീട്ടിലാണത്, അടങ്ങി ഒതുങ്ങിയിരിക്കുന്നു. ഇപ്പോൾ വീട്ടിൻ്റെ പുറത്തിരുന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. കാക്കകളുടെയും കിളികളുടെയും നായ്ക്കളുടെയും അടുത്ത വീടുകളിലൊക്കെ ഉള്ള സംസാരങ്ങളൊക്കെ ഒരു പക്ഷേ ഓഡിയോയിൽ കയറി വന്നേക്കാം. എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മളാണ് ഇതിനെ നമ്മൾ പ്രതിരോധിക്കേണ്ടത്. ഇതൊരു ഉപദേശ വീഡിയോ ആയിട്ട് കാണരുത്. ഓരോരുത്തരുമാണ് ഇതിനെതിരെ പ്രവർത്തിക്കേണ്ടത്. ആരോഗ്യവകുപ്പ് ഉണ്ടല്ലോ, അവരുണ്ടല്ലോ, ഇവരുണ്ടല്ലോ എന്നുള്ളതല്ല. നമ്മൾ കുറേ ദൂരെയാണ്. നമ്മൾ മുമ്പ് കേട്ടിരുന്നത് ചൈനയിലായിരുന്നു ഇത് എന്ന് പറഞ്ഞു. പിന്നെ മറ്റു രാജ്യങ്ങൾ കേട്ടത് പറഞ്ഞ നേരം കൊണ്ട് നമ്മുടെ നാട്ടിലെത്തി, നമ്മുടെ അടുത്തുള്ള കടകളിൽ, നമ്മുടെ അടുത്തുള്ള മാളുകളിൽ, നമ്മുടെ ഏതാണ്ട് ഒരുപാട് നമ്മുടെ കയ്യെത്തും ദൂരത്ത് വരെ എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ അത് നമ്മളിലേക്കാവരുത്. അതാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സ്വയം അലർട്ടാവുക. ഈ ഒരു വിഷയത്തെ നമ്മൾ നോക്കി കാണേണ്ടത് 3-ാം ലോക യുദ്ധമായിട്ട് തന്നെ കാണേണ്ടതുണ്ട്. കാരണം ഓരോ യുദ്ധങ്ങളിലും മരിച്ചു വീഴുന്നവരുടെ എണ്ണം വളരെ വലുതാണ്. അതുപോലെയാണ് ഓരോ ദിനവും മരിച്ചു വീഴുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്. നാളെ നമ്മളുടെ അനാസ്ഥ കൊണ്ട്, ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ അറിയാം, 3 പേരിൽ നിന്ന് 3000 പേരിലേക്കും അവിടെ നിന്ന് വീണ്ടും സ്പ്രെഡ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ട്. 3 പേരെ ചികിത്സിക്കാനായിട്ട് വളരെ ചുരുങ്ങിയ സമയങ്ങൾ മതി. പക്ഷേ 3000 പിന്നെ അത് 6000 10000 കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റൽ സംവിധാനങ്ങൾ പോരാതെ വരും. നമ്മുടെ നിലവിലുള്ള ഡോക്ടേഴ്സ് അതുപോലെയുള്ള ഫെസിലിറ്റീസ് ഒന്നും മതിയാവാതെ വരും. ഇപ്പോൾ നമ്മുടെ ആരോഗ്യവകുപ്പിൻ്റെ നമ്മുടെ ഓരോരുത്തരുടെ നിയന്ത്രണത്തിലുണ്ട്. നാളെ ഇത് വിട്ടുപോയാൽ നമ്മൾ ഹെൽപ്ലെസ് ആണ്. നമ്മൾ ലോകം മൊത്തം നമ്മളെ സഹതാപത്തോടെ നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിക്കാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞ എടുക്കണം. നമ്മൾ ഓരോരുത്തരും നാളത്തേക്കല്ല, ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാവണം. ആരോഗ്യവകുപ്പ് തരുന്ന, മീഡിയയിൽ വരുന്ന നിർദ്ദേശങ്ങളെല്ലാവരും പാലിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ സ്വയം തീരുമാനം എടുക്കേണ്ടതുണ്ട്. സോഷ്യൽ ഡിസ്റ്റൻസിങ്, അതായത് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് അകന്ന് നിൽക്കുക. അപ്പോൾ അതിനുവേണ്ടി മാത്രമാണ് വീടുകളിൽ കഴിയുക, മറ്റ് പബ്ലിക് പരിപാടികളൊന്നും പങ്കെടുക്കാതിരിക്കുക, അങ്ങനത്തെ കുറേ നിർദ്ദേശങ്ങൾ വെച്ചിരിക്കുന്നത്. ഓരോന്നും ഞാൻ എടുത്തെടുത്ത് പറഞ്ഞ് വീഡിയോ ലെങ്ത് കൂട്ടുന്നില്ല. നമ്മൾ സ്വയം നമ്മളിലേക്ക് വലിഞ്ഞ് നമ്മൾ കംഫർട്ടബിളായിട്ട് നിൽക്കുക. നമ്മൾക്ക് മറ്റൊരുപാട് പ്രശ്നങ്ങളും നമ്മൾ നേരിടേണ്ടതില്ല. നമുക്ക് അത് കഴിക്കാൻ പാടില്ല, ഇത് കഴിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. നമുക്ക് എന്തും കഴിക്കാം. നമുക്ക് ഒന്ന് അടങ്ങി ഒതുങ്ങി വീടുകളിൽ മറ്റ് പബ്ലിക് കോണ്ടാക്ട്സ് ഒക്കെ ഒഴിവാക്കി നിൽക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് ഇതിനു വേണ്ടി ചെയ്യാനുള്ളത്. ഈ നിൽക്കുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഓരോന്നും വലിയൊരു മഹാവിപത്തിനെയാണ് നമ്മൾ തുടച്ചു നീക്കുന്നത്. അതിൻ്റെ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ള പൂർണ്ണ ബോധത്തോടെ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള കാര്യം വെച്ചാൽ കൊറോണ വരും പോകും. നമ്മൾ ഇതിനും വലുത് നമ്മളെന്താ പ്രതിരോധിച്ച് ഇതിനപ്പുറം നമ്മൾ അതിജീവിക്കും. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വരുന്ന ഇപ്പോൾ തന്നെ ബിസിനസ്സുകളെല്ലാം തന്നെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ബിസിനസ് ഡൗൺ ആവുമെന്ന് വെച്ചാൽ ആരും ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു. കാരണം പെടുന്നതിനെ കൊറോണ അവിടെ ന്യൂസുകൾ നമ്മളിലേക്ക് എത്തുന്നു, ബിസിനസ് ഡൗൺ ആവുന്നു, കാര്യങ്ങൾ നിന്ന് പോകുന്നു. ഇപ്പം ഞാൻ ടൂറിസം ഇൻഡസ്ട്രിയിലുള്ള ആളാണ്. ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഫുള്ളായിട്ട് നമ്മുടെ ഓപ്പറേഷൻസ് എല്ലാം നിർത്തിവെച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. കാരണം എന്ന് വെച്ചാൽ മറ്റ് വിമാന സർവീസുകളെല്ലാം പല രാജ്യങ്ങളിലേക്കും നിർത്തിവെച്ചിരിക്കുന്നു. വിസകളുടെ കാര്യങ്ങളിലൊക്കെ യാത്രാ വിലക്കുകൾ വന്നു കഴിഞ്ഞ് ഇന്ത്യൻസിനും മറ്റുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ നേരിടുന്നു. പ്രത്യേകിച്ച് ടൂറിസം ഇൻഡസ്ട്രി മൊത്തം തവിട് പൊടിയാന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇതൊക്കെ നമ്മൾ അതിജീവിക്കും. ഇതൊന്നും ഒരു വിഷയമല്ല. പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ കോവിഡ് മൂലം മരണസംഖ്യകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താവുന്ന രീതിയിലേക്ക് മാറുകയും അധികമൊന്നും ഇല്ലാതിരിക്കട്ടെ, അല്ലെങ്കിൽ പുതിയ റിപ്പോർട്ടുകളൊന്നും ചെയ്യാതിരിക്കട്ടെ. പക്ഷേ ബിസിനസ് തകരുന്നതിലൂടെ നമുക്ക് വരും മാസങ്ങൾ, ഇത് ഒരു പക്ഷെ നീണ്ടുപോയാൽ ബിസിനസ് തകരുന്നതിലൂടെ നമ്മളുടെ സാമ്പത്തിക അടിത്തറ ഇളകി മറ്റുള്ള ഇത്തരം മാനസിക വിഷമത്തിലൂടെ അല്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ മറ്റുള്ളവർ ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു പ്രവണതയും നമ്മുടെ നാട്ടിൽ കാണാറുണ്ട്. അതിലേക്കും കൂടിയും ഞാൻ വിരൽ ചൂണ്ടുകയാണ്.
കാരണം ഇതൊന്നുമല്ല വിഷയം, നമുക്കിതിനെല്ലാം അതിജീവിക്കാൻ പറ്റും. എനിക്കിപ്പോൾ ഞാൻ പറയാനുള്ളത് ബിസിനസ്സുകാരോടാണ്. നമ്മൾ ഈ ബിസിനസ്സിലൂടെ നമ്മൾ ഒരുപാട് കാൽക്കുലേഷനിലാണ് നമ്മൾ ഓരോ ദിനവും നമ്മൾ പിന്നിടുന്നത്. കിട്ടുന്ന ഓരോ രൂപയ്ക്കും നമുക്ക് കൃത്യമായിട്ട് കാൽക്കുലേഷൻ ഉണ്ട്. ഇന്ന മാതിരി ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ. അത്തരം കാര്യങ്ങളൊക്കെയാണ് നിന്ന് പോകുന്നത്. അതിലൊന്നും നമ്മൾ പതറാതെ സമാധാനപൂർവ്വം നമ്മളിതിനെ നേരിടണം എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ പറയും വാക്കുകളിലൂടെ സമാധാനം എങ്ങനെ കിട്ടുന്നു. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു മനുഷ്യരാശിയുടെ നിലനിൽപ്പിൻ്റെ കാര്യമാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് 2 ആഴ്ചയോ 3 ആഴ്ചയോ നമ്മുടെ സ്ഥാപനങ്ങൾ അടച്ചിടേണ്ടി വന്നിരുന്നാലും അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് കുറഞ്ഞാലും അതെല്ലാം തന്നെ നമ്മുടെ നാളെ നല്ലൊരു നാളേക്ക് വേണ്ടിയാണ് എന്ന് കരുതി ആ ഒരു വിശ്വാസത്തോടെ ആ ഒരു സമാധാനത്തോടെ നിങ്ങൾ ദിനങ്ങൾ തള്ളി നിൽക്കുക. ഇതിക്ക് മുമ്പ് എൻ്റെ ചെറിയൊരു അനുഭവം തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഇന്നിതില്ലെങ്കിൽ നാളെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, ഇതില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യങ്ങളില്ല. ഞാൻ മുമ്പ് എൻ്റെ ഒരു കഥയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗൾഫിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ട് തിരിച്ചങ്ങോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ഞാൻ തിരിച്ച് എൻ്റെ എല്ലാം നഷ്ടപ്പെട്ട് കോഴിക്കോട് വിമാനത്താവളത്തിൽ വന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ആദ്യം തീരുമാനിച്ചത് ഞാൻ ആത്മഹത്യക്കാൻ തയ്യാറ്. കാരണം ഇനി എന്ത് ജോലിയില്ല, ഗൾഫിലെ ജോലി പോയി ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഒന്നുമില്ല, ഇനി ഞാൻ എങ്ങനെ ജീവിക്കും, ഒരുപാട് കടങ്ങൾ, എങ്ങനെ ജീവിക്കും എന്നുള്ള ആശങ്കയിൽ നിൽക്കുന്ന സമയത്ത് അന്ന് ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഈ കാണുന്ന അവസ്ഥയിലേക്കൊന്നും വരില്ലായിരുന്നു. അപ്പോൾ നാളെ നമ്മൾക്ക് മുമ്പിൽ നല്ലൊരു ലോകമുണ്ട്, നല്ല അവസരങ്ങളുണ്ട്, നമ്മൾക്ക് എന്തൊക്കെ നഷ്ടപ്പെടുന്നു അതൊക്കെ നാളെ നമ്മുടെ കൈകളിലേക്ക് വരുന്ന രീതിയിലേക്ക് വരും. അപ്പം നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുക. സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് പറയുന്നത് നമ്മളത് ഓരോരുത്തരും ഇന്ന് ഈ മൊമെൻ്റ് മുതൽ തീർത്തും നമ്മൾ അവലംബിക്കേണ്ട ഒരു കാര്യമാണ്. തികച്ചും ഒരുപാട് പേര് വിദേശങ്ങളിൽ നിന്നൊക്കെ വരുന്നുണ്ട്. ഒക്കെ നമുക്ക് വേണ്ടപ്പെട്ട സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ആവാം. അതൊക്കെ നമ്മൾ തികഞ്ഞ ഉത്തരവാദിത്തോടുകൂടി അവരെയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും നമ്മളും മനസ്സിലാക്കി, നമ്മുടെ കുടുംബാദികളെ മനസ്സിലാക്കി, നമ്മുടെ സുഹൃത്ത് വലയങ്ങളെ മനസ്സിലാക്കി ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും ഇതിനെ പ്രതിരോധിക്കുക എന്ന് വെച്ചാലും നമ്മൾ ഓരോരുത്തരുമാണ്. അപ്പോൾ അതിനാൽ തന്നെ തികഞ്ഞ ഉത്തരവാദിത്തോടു കൂടിയിട്ട് എല്ലാവരും പ്രവർത്തിക്കുക. ഒരു ദുരന്ത ഭൂമിയായി മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. അതിന് മുമ്പ് നമുക്ക് പ്രതിരോധമാണ് ആവശ്യം. ഒരു കഴിഞ്ഞ ദിവസം വന്നൊരു വാട്സപ്പ് വീഡിയോ ഒരു വാട്സപ്പ് ഇത് ഞാൻ കണ്ടിരുന്നു. അത് ഞാൻ എന്തായാലും നിങ്ങളൊക്കെ കണ്ടതാണെങ്കിൽ പോലും ഒരിക്കൽ കൂടി ഞാനൊന്ന് വായിക്കാം, നിങ്ങളത് മനസ്സിലാക്കുക. കൊറോണ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. ആദ്യം മെല്ലെ മെല്ലെ, പിന്നെ അതിവേഗതയിൽ, അങ്ങനെയാണ് അതിൻ്റെ വരവ്. കയ്യകലത്തിലെത്തിയാൽ ഇനി കുറച്ച് ദിവസങ്ങൾ, 1-2 ആഴ്ചകൾ. മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. എല്ലായിടത്തും സർക്കാർ കണക്കുകളേക്കാൾ എത്രയോ മടങ്ങ് വലുതാണ് യഥാർത്ഥ കണക്കുകൾ. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഓരോ രാജ്യത്തു നിന്ന് വരുന്ന 10, 14, 20 എന്നൊന്നും പറയുമ്പോൾ അതൊന്നും ആയിരിക്കണമെന്നില്ല. അപ്പോൾ അതും വലിയൊരു കാര്യമാണത്. അപ്പോൾ വലിയൊരു ചിന്തകളാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് വിട്ടു തരുന്നത്. അതുപോലെ തന്നെ ദുരന്തമായി മാറിക്കഴിഞ്ഞാൽ ആരോഗ്യവകുപ്പിന് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. നമ്മൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാവുന്ന കാര്യമാണത്. വരാന്തകളിൽ കിടന്ന് പനിക്കും, നമ്മൾ ഓക്സിജൻ സിലിണ്ടറിന് വരി നിൽക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത്രയധികം ആൾക്കാരുകൾക്ക് വ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റൽ സംവിധാനങ്ങളൊന്നും മതിയാവാതെ വരും. നമ്മളെങ്ങനെ അത് മാനേജ് ചെയ്യും? ഒന്ന് വെറുതെ ചിന്തിച്ചാൽ തന്നെ നമുക്ക് വേണ്ടപ്പെട്ടവർ, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഒരു ഹോസ്പിറ്റൽ വരാന്തയിൽ കിടന്ന് അതിനെ ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ നമ്മൾ ചൈനയിൽ തുടങ്ങിയ സമയത്ത് നമ്മൾ കണ്ടതാണ്. അവർ വളരെ പെട്ടെന്ന് തന്നെ ഒരു ഹോസ്പിറ്റലൊക്കെ നിർമ്മിച്ചെന്ന് പറഞ്ഞാലും പല വീഡിയോ ക്ലിപ്പുകൾ ഭീതിജനകമായിരുന്നു. വരാന്തയിലൊക്കെ മരിച്ചു കിടക്കുന്ന പോലത്തെ അങ്ങനത്തെ ഒരുപാട് പേടിപ്പിക്കുന്ന കാഴ്ചകൾ കണ്ടവരാണ് നമ്മൾ. അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർ തളർന്നു വീഴും, ചിലർ മരിച്ചു വീഴും. നമുക്ക് ഒരു അസുഖം നേരിട്ട് കഴിഞ്ഞാൽ നമ്മളെ ചികിത്സിക്കാൻ ആൾ വേണം, നമ്മളെ പരിചരിക്കാൻ ആൾ വേണം. ആരോഗ്യ പ്രവർത്തകർ അതിന് സന്നദ്ധരായിട്ടുള്ളവർ തളർന്നു വീണാൽ, മരിച്ചു വീണാൽ പിന്നെ നമുക്ക് ആരാണ് സഹായം? ആരാണ് നമ്മളെ പിന്നെ നോക്കാനുള്ളത്? അപ്പോൾ അതിൽ തന്നെ പറയുന്നുണ്ട്, ഇത് തടയാനുള്ള ഏക മാർഗം സോഷ്യൽ ഡിസ്റ്റൻസിങ്, അതായത് സാമൂഹികമായ അകലം പാലിക്കുക. ചൈന ഒക്കെ ചെയ്തപ്പോഴാണ് ചൈന അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നത്. നമ്മൾ പ്രധാനമായിട്ട് ടൂർ ഓപ്പറേറ്റ് ചെയ്യുന്ന തായ്ലൻഡ്, ഹോങ്കോങ് ഒക്കെ രക്ഷപ്പെട്ടത് അത്തരം കാര്യങ്ങളിലൂടെ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, തായ്ലൻഡിൻ്റെ ബിസിനസ് എൻ്റെ എല്ലാ വീഡിയോകളിലും നമ്മൾ തായ്ലൻഡിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പറയാറുണ്ട്. നമ്മുടെ ഓപ്പറേഷൻ മേജർ അങ്ങോട്ടാണത്. തായ്ലൻഡ് ഈ ഒരു വിഷയം വന്നപ്പോൾ തന്നെ അവർ ചെയ്തത്
ഏറ്റവും കൂടുതൽ അവർക്ക് ടൂറിസ്റ്റുകൾ വരുന്നത് ചൈനയാണത്. ചൈന അപ്പം തന്നെ അവർ സ്റ്റോപ്പ് ചെയ്തെന്നുള്ളതാണ്. ചൈനയുടെ ഏതൊക്കെ പ്രൊവിൻസിൽ ഇത് ബാധിച്ചു അങ്ങോട്ടുള്ള എല്ലാ ഫ്ലൈറ്റ് സർവീസുകളും അവർ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഇത്തരം അവരായിട്ടുള്ള സംസർഗം, അവിടെ സാമ്പത്തികമല്ല നോക്കിയത്, അത്തരം കാര്യങ്ങളിൽ തായ്ലൻഡിലെ വഴിയോരങ്ങളിൽ ഇരുന്നിട്ട് ജ്യൂസ് വിൽക്കുന്നവർ മുതൽ വലിയ വലിയ ഷോസ് നടത്തുന്നവർ, വലിയ വലിയ സൂകൾ നടത്തുന്നവരൊക്കെ കടുത്ത നഷ്ടത്തിലേക്കും പല പല ഹോട്ടലുകൾ അടച്ചിടേണ്ടി വരുമ്പോഴും അവർ എടുത്ത നിലപാടെന്ന് പറഞ്ഞാൽ പുറത്തു നിന്നുള്ള ആളുകൾ വേണ്ട, പ്രശ്നമുള്ള ഏരിയയിൽ നിന്നുള്ളവർ വേണ്ട, ആ ഒരു നിലപാടിലൂടെയാണ് തായ്ലൻഡും രക്ഷപ്പെട്ടു പോകുന്നത് എന്നുള്ളതും കൂടിയും ഞാനിവിടെ എൻ്റെ പ്രേക്ഷകരായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ് അനുഭവം. അപ്പോൾ അതിനാൽ തന്നെ നമുക്ക് പറയാനുള്ളത്, നമുക്ക് ചെയ്യാനുള്ളത്, ഈ ഒരു നിമിഷം തന്നെ നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി പൂർണ്ണമായിട്ടും സജ്ജരാവുക. നമുക്ക് വേണ്ട അത്യാവശ്യം സാധനങ്ങളെല്ലാം വീടുകളിൽ കരുതുക. ഇത് ഇനിയും സ്പ്രെഡായിട്ട് വരികയാണെങ്കിൽ തന്നെ കൂടുതൽ അലർട്ടായിട്ട് ഓരോ ദിനവും ഓരോ മൊമെൻറ്റും നമ്മൾ അതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. ഞാൻ എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഓഫീസിൽ പബ്ലിക് ട്രാൻസ്പോർട്ടുകളൊക്കെ ഉപയോഗിച്ച് വരുന്നവർക്ക് വീടുകളിലിരുന്ന് വർക്ക് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. ഇപ്പോൾ നമുക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട്, വാട്സപ്പും മെയിലും കാര്യങ്ങളും എല്ലാമായിട്ട്. ഇപ്പോൾ വീട്ടിലിരുന്നാലും എവിടെ ഇരുന്നാലും നമുക്ക് വീഡിയോ കോളിലൂടെ നമുക്ക് കാണാനും കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനും എല്ലാം പറ്റുന്നുണ്ട്. പബ്ലിക് ആക്സസ് കുറവായ രീതിയിൽ സ്വന്തമായിട്ട് ബൈക്കിൽ വരുന്ന സ്റ്റാഫുകളെ മാത്രമാണ് ഇപ്പോൾ ഓഫീസിൽ വെച്ചിരിക്കുന്നത്. കാരണം നമ്മളെ സമൂഹത്തിനോട് ചെയ്യുന്ന വലിയൊരു ഇതാണ്, കാര്യമാണ്. അപ്പോൾ ആ നിലക്കൊക്കെ ഞാൻ എൻ്റെ യാത്രകളെല്ലാം ചുരുക്കി ഞാൻ വീട്ടിലുണ്ട്. വീടും ഓഫീസുമായിട്ട് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഓഫീസിലെല്ലാം പോയി നോർമലായിട്ട് നമ്മളിവിടെ തന്നെയുണ്ട്. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടേതായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക. നമുക്ക് ഒറ്റക്കെട്ടായി നിന്ന് നമുക്ക് ഈ മഹാമാരിയെ നമ്മുടെ നാട്ടിൽ നിന്ന്, ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കാനായിട്ട് നമുക്ക് പ്രയത്നിക്കാം. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിനങ്ങളിൽ, ഇനിയിപ്പോൾ യാത്രാ വീഡിയോകളൊക്കെ ഒരുപാട് ഇടാനുണ്ട്, ഒരുപാട് യാത്രകളൊക്കെ പെൻഡിങ് കിടക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യം അതിന് അനുയോജ്യമല്ല എന്നതിനെ തന്നെ വിദേശ വീഡിയോസൊന്നും ഞാൻ തൽക്കാലം ഈ ഒരു പ്രശ്നങ്ങൾ ശാന്തമാവുന്നത് വരെ ഇടുന്നതല്ല. നോർമൽ നമ്മുടെ കണ്ണിൽ കാണുന്ന കാഴ്ചകൾ, നാട്ടിൽ നിന്നുള്ള വിശേഷങ്ങളൊക്കെയായിട്ട് ഞാൻ വീഡിയോസ് വന്നിരിക്കും, മുടങ്ങാതെ വീഡിയോസൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ പതിവ് പോലെ ആഴ്ചയിൽ 3 വീഡിയോ എന്നുള്ളത് 2 വീഡിയോ എങ്കിലും വെച്ചിട്ട് ഇടാൻ ഞാൻ ശ്രമിക്കാം. ഒരുപാട് വീഡിയോസ്, 40ഓളം വീഡിയോസ് പെൻഡിങ്ങിലുണ്ട്, അതൊക്കെ വരുന്നതായിരിക്കും. അത് തന്നെ നമുക്ക് ഇപ്പോഴത്തെ അന്തരീക്ഷം ഒന്ന് ശാന്തമാവുക, സമാധാനപരമാവുക. ഇനിയിപ്പോൾ ഈ വീഡിയോനും ബാഡ് കമൻറ്റുകളായിട്ട് വരുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. അത് നിങ്ങളുടെ മനസ്സിൻ്റെ നില അത് തന്നെയാണത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും പൂർണ്ണമായിട്ടും സഹകരിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ.